വേളാങ്കണ്ണി തിരിച്ചു വരണുണ്ട് കേട്ടോ. അടി അടി കൊച്ചെ കടല് കാണിക്കലൊക്കെ കഴിഞ്ഞായിരുന്നാ. അതെ, അത്ര വലിയ ദേഷ്യമൊന്നും വേണ്ട. ഇനി ഇങ്ങനെ സർക്കിറ്റിന് ഇറങ്ങിയാൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മുറിയിലിട്ട് പൂട്ടും. പള്ളിയിൽ നിന്ന് അച്ഛൻ എന്ന് പറഞ്ഞാലും ഞാൻ തുറന്നുവിടൂല. നീ പോടാ മീന്തലയാ. ഞാനേ നിന്റെ അപ്പനാ. കൂട്ടാനെ കൊണ്ട് ചങ്ങലയും കൊണ്ട് വന്നാലേ നിന്റെ കൈ വെട്ടി ഞാനത് മാറ്റും. കേട്ടോടാ കേട്ടോടാ പുല്ലേ. അച്ഛന്ന് പറഞ്ഞപ്പോ പൂവാവൻ പേടിച്ചിട്ട് കളി ജയിച്ചിട്ട് പാർട്ടി നടത്തിക്കളയാം. മൂപ്പീന്ന് ഞാൻ കൂട്ടി എല്ലാരും കൂടെ ക്യൂ ആയിട്ട് അങ്ങ് രാജിച്ചന്റെ ഷാപ്പിലോട്ട് വന്നാൽ. അച്ഛനെവിടെ? പള്ളിയിൽ പോയാ? ഇല്ല, അച്ഛൻ ഉണ്ണിപ്പിള്ളയുമായിട്ട് MLA സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഓ ശരി ശരി, അപ്പൊ ഷാപ്പിൽ കാണാം. ഈ കരയിലെ അനാഥരായ വയസ്സന്മാർക്കൊരു താവളം, അതിനാ അച്ഛൻ ഈ വൃദ്ധസദനം നടത്തുന്നത്. ജോയിച്ചന് കഴിയുന്ന രീതിയിലൊന്ന് സഹായിക്കേ. ആ ശരി, ഓക്കെ. അച്ഛൻ്റെ വയസ്സൻ പിള്ളേർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജോയിച്ചാൻ വൃദ്ധസദനത്തിന് പുതിയ മേൽക്കൂര പണിയും. സ്വർണം വിറ്റ് കിട്ടുന്ന പൂത്ത കാശാനെ കയ്യില്. എവിടുന്ന്? ഞാൻ കുറെ ശ്രമിച്ചതല്ലയോ. ആ പാവങ്ങള് ഭാഗ്യമില്ലാത്തവരാ. പിന്നെ ഇസഹാക്കിന്റെ സന്മനസ്സുകൊണ്ട് അന്നം മുട്ടാതെ കഴിയുന്നു, അത്ര തന്നെ. ഇസഹാക്കോ? അതേന്ന്. അവന്റെ അപ്പം വേളാങ്കണ്ണി സദനത്തിലാ. കടാലിൽ പോയി കിട്ടുന്ന 500 ആയാലും 5000 ആയാലും അവൻ അവർക്ക് വേണ്ടിയിട്ടാ ചെലവാക്കുന്നത്. തള്ളെ കടലെടുത്തെങ്കിലും പെറ്റവേറിന്റെ പുണ്യം എന്നൊക്കെ പറയുന്നത് ഇസഹാക്കിനെ പോലുള്ളവരെയാ. ഇവിടെ എനിക്കും ഉണ്ടൊരു സന്തതി. അറിയാലോ അവന്റെ സ്വഭാവം. ഇസഹാക്കിനെ കാക്കുന്നത് മാലാഖയാണെങ്കിൽ അവന് കാവൽ നിൽക്കുന്നത് ചെകുത്താനാ. ഞാൻ ഇനി ഇവിടുത്തെ പെണ്ണുങ്ങളെ നശിപ്പിക്കും. വിളിക്കണം എന്റെ പോലീസിനെ, വിളിക്കാൻ. ജസ്റ്റിൻ, എന്താടാ ഇത്? എന്ത് കുരുത്തക്കേടാ മോനെ നീ കാണിക്കുന്നത്? സ്വന്തം അമ്മാവനെ തല്ലുക? തല്ലല്ല, കൊല്ലും ഞാൻ. കൊന്ന് കടലറിയും. ഇയാൾ ആ തള്ളക്ക് ദൈവമായിരിക്കും, പക്ഷെ എനിക്ക് പുല്ല പുല്ല്. ശരി, അപ്പൊ നാളെ കാണാം. ബൈ ബൈ. നീ ഉണ്ണിപ്പിള്ളയുടെ മോളല്ലേ? എന്താടി നിനക്ക് എന്നെ കണ്ടിട്ടുണ്ട് മൈൻഡില്ലാത്ത? മൈൻഡ് ചെയ്യാൻ ഇയാൾ ഇവിടുത്തെ നാട്ടുരാജാവൊന്നും അല്ലല്ലോ. ഒന്ന് പോടാ. എന്നോടൊന്നെ കളി. കടാപ്പുറത്തെ കള്ള് ഷാപ്പിലെത്തുമ്പോ എന്റെ മോന്റെ ചെലവാ. പോരട്ടെ, ഇങ്ങനെ പോരട്ടെ. കപ്പയ്ക്ക് ഇത്തിരി മത്തിക്കറിയും പോരട്ടെ. പോരട്ടെ, ഇങ്ങനെ പോരട്ടെ. അപ്പം വെറുതെ ആക്രാന്തം കാണിക്കണ്ട കേട്ടാ. വായി കൊള്ളുന്നത് അകത്തേക്ക് ചെലുത്തിയാ മതിയെന്ന്. വെപ്രാളം കാണിച്ച് ഇവിടെയൊക്കെ വൃത്തിയേടാക്കിയാല് കഴുക ആ പൊട്ടി പെണ്ണ് മാത്രമേ ഉള്ളൂ. എന്റെ ചെക്കൻ പറഞ്ഞത് കേട്ടല്ല, ആരും ആക്രാന്തം കാണിക്കണ്ടെന്ന്. കിഴവന്മാർ ഇവിടുത്തെ സ്റ്റാക്ക് തീർക്കണ ലക്ഷണമാണ് കേട്ടാ. കളി ജയിച്ചതിന്റെ പേരും പറഞ്ഞ് ഇച്ചാൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? സാരമില്ല രാജേഷ, എന്നും കുന്നും പച്ചക്കഞ്ഞി ഉപ്പാവും കേസല്ലേ, വല്ലപ്പോഴും വായിക്ക് രുചിയായിട്ട് കഴിക്കട്ടെന്ന്. എന്താടി പെണ്ണേ, ഇവന് വല്ലതും നേരത്തിനും കാലത്തിനും വെച്ച് കൊടുക്കണുണ്ടാ നീ? എന്നാ പിന്നെ ഇച്ചായനോട് തന്നെ ഇരിക്കല്ലേ, എനിക്ക് ആ ഉണ്ണിപ്പിള്ള ചേട്ടനെ ഒന്ന് കാണാനുണ്ട്. ഓ, ഉണ്ണിപ്പിള്ള ചേട്ടനെ കണ്ടിട്ട് നിനക്കങ്ങ് കോരിത്തരിക്കണമല്ല. ചന്ദ്രിക കോളയെ വിട്ട് വന്ന് കാണും. പോട് കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കട്ടെ. പക്ഷേ ഒരു ചോദ്യമുണ്ട്. നീ ആ പെണ്ണിനെ സ്വപ്നം കണ്ട് നടക്കാൻ തുടങ്ങിയാൽ ഈ പൊട്ടിപ്പെണ്ണിന്റെ കാര്യം ആര് നോക്കും? ഇവള് നിന്റെ മുറപ്പെണ്ണല്ലടാ. നീ പേടിക്കണ്ടടി പെണ്ണേ, അവൻ ആ പഠിപ്പുകാരി പരിഷ്കാരി കോതയോടൊരു വെപ്രാളമാണ്. നമുക്കതൊക്കെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഇത്രമാത്രം വിഷമിക്കാനെ കൊണ്ട് എന്താടാ പ്രശ്നം? ഞാൻ സത്യമല്ലേ നിന്നോട് പറഞ്ഞുള്ളൂ. ഇല്ല ചായ, ഇങ്ങള് പറയണത് സത്യം തന്നെയാണ്. പക്ഷെങ്കിൽ എനിക്കും ഉണ്ടല്ലോ മനസ്സെന്നൊരു സാധനം.
അതിൽ കയറി പറ്റിയ പെണ്ണ് ചന്ദ്രികയാണ്. കുട്ടിക്കാലത്തെ മോഹിച്ചു പോയതാ. ഇനി എത്ര കഴുകിയാലും തുടച്ചാലും പോവില്ല. ഒരു പെണ്ണ് മനസ്സിലോട്ട് കയറിയ ആണിന്റെ ശങ്കിലുണ്ടാവണ പെടപെടപ്പ് ഞാൻ ഈ ചായനോട് പറഞ്ഞു തരണ്ടല്ലോ. വേണ എന്താ ജംഗ്ഷനിൽ അടി നടക്കുന്ന ചായ. അടിയോ? ഹംസൻ തമ്മിയെ ജസ്റ്റിനെ എടുത്തിട്ട് പെരുമാറാം. ഇനി ആ ജസ്റ്റിനെ നീ എന്തിനാടാ ഈ കരയിലെ പാവപ്പെട്ട പിള്ളേരെല്ലാം ഇങ്ങനെ ഉപദ്രവിക്കണേ? നോക്ക്, നിന്റെ അമ്മാവൻ സെബാസ്റ്റ്യൻ സാറിനോട് നമുക്കൊക്കെ സ്നേഹവും ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ നിന്റെ കൊള്ളരുതായ മകൾ സഹിക്കുകയും ചെയ്ത് ഇതിപ്പോ അവസാനമായിട്ട് ഒരിക്കൽ കൂടെ ക്ഷമിക്കാനും തയ്യാറാണ്. നീ പെങ്കൊച്ചിനൊരു മാപ്പ് പറഞ്ഞിട്ട് നേരെ വൈകുമ്പോൾ വീട്ടിൽ പോകാൻ നോക്കിയാണ്. അങ്ങനെ പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അനിയത് നോക്കിയാണ് പങ്കായം പിടിച്ചിട്ട് ഇതിനകത്ത് തഴമ്പ് ഉശിരും വന്നിരിക്കണേ. നിനക്കൊക്കെ കോരി തരിക്കാൻ ഇങ്ങനെ ഒരു കൊട്ട മതി കേട്ടോ. നമ്മളിത് പന്തടിച്ച് ശീലിച്ച കാലാണ് പിള്ളേ. നീ കാണിച്ചു കൂട്ടിയ തോന്നിയാസിന് ചെറിയൊരു ഫൗൾ കിക്ക് തന്നാ പോരാ, പെനാൽറ്റി തന്നെ അടിക്കണം. നീ ഉപദ്രവിച്ചില്ലേ ചന്ദ്രിക? അവളുടെ സഹോദരൻ തമ്പി പെനാൽറ്റിക്ക് ബെസ്റ്റാ. ജസ്റ്റിൻ പിള്ളയ്ക്ക് നിന്റെ പെനാൽറ്റി കിക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത് കോരി തരിപ്പിക്കണം. നോക്കി നിൽക്കാതെ കൈയടിച്ചൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കണം. എന്താടാ നീ നടുറോട്ടിലും ഫുട്ബോൾ കളി തുടങ്ങി? തുടങ്ങാനിരുന്നതാണ് കേട്ടാ, അപ്പോഴേക്കും സാറ് വന്നില്ലേ. ഉള്ള കഞ്ചാവും പൊടിയൊക്കെ വലിച്ചു കയറ്റി ഈ കുട്ടി തേവാങ്ക് ഇവിടെ കിടന്ന് പൂന്ത് വിളയാടുകയാണ് സാറേ. കയ്യിലാണെങ്കിൽ കരുവാട് പോലത്തെ ഒരു ഉണക്ക കത്തിയുണ്ട്. സാറ് സെബാസ്റ്റ്യൻ സാറിന്റെ ബന്ധുവല്ലേ, ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നോക്കും. നീ പോടാ, ഞാൻ കയറി പിടിച്ച നിന്റെ അമ്മയും മംഗളൊന്നുമല്ലോ. പണ്ട് കെട്ടിക്കൊണ്ടുവന്നൊരുത്തി 5-6 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. ഇവളെയാണോ നീ ഇപ്പൊ കീപ്പായിട്ട് വെച്ചിരിക്കുന്നത്? വായി തോന്നി പറയാണെന്ന് കരുതിയാ മതി. നീ എത്തിയ CI വിളിച്ചു പറഞ്ഞപ്പോ എന്റെ മോക്കട കാര്യങ്ങൾ അറിയാൻ വീട്ടിൽ വന്നതാ സെബാൻ. കേട്ട് കഴിഞ്ഞപ്പോ അനന്തരവന്റെ വിക്രിയകൾ ഓർത്ത് ഒരേ സങ്കടം. എന്നാ പിന്നെ തൊള്ളി കഴിച്ച് ആശ്വസിക്കാൻ പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഞാനും പള്ളിയിലച്ഛനും സെബാനും ഒക്കെ ഒരേ പള്ളിക്കുടത്തി പഠിച്ചവരാടാ, നിനക്കറിയാവാ. രാരിച്ച, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ? ചേച്ചി നശിപ്പിക്കപ്പെട്ട് ഇവളിങ്ങനെ അനാഥയാകാൻ കാരണം ജസ്റ്റിനാണെന്നാ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിവർത്തികേട് കൊണ്ടാ നീ ഇവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്നും എനിക്കറിയാം. എങ്കിൽ പിന്നെ ഞാൻ ഇവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. മറ്റൊന്നുമല്ല, പെങ്ങൾക്ക് സുഖമില്ലാത്തതാ കാരണം. സഹായിക്കാൻ ഒരാളില്ലാതെ പറ്റില്ല. മാസാമാസം ഞങ്ങളൊരു തുക ഇവളുടെ പേരിൽ ബാങ്കിൽ ഇട്ടോളാം. നാളെ ഒരുത്തനെ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ അത് അവൾക്കൊരു ഉപകാരമാകുകയും ചെയ്യും. അതെന്താ സെബാനെ അങ്ങനെ പറഞ്ഞു? നാളെ അവക്കൊരു ജീവിതം കൊടുക്കേണ്ടത് അവൻ തന്നെയല്ലേ.